അപ്പോൾ ഞങ്ങൾ രണ്ടാളും റെഡിയായി. അപ്പോൾ നമ്മൾ എങ്ങനെ പോണേ? എന്തിനാ വേണ്ടാത്തൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കണേ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ വിജിത. അപ്പോൾ ഇന്നൊരു ഡെയിലി വ്ളോഗാണ്. അപ്പോൾ കാലത്ത് തന്നെ എഴുന്നേറ്റ് എൻ്റെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചിട്ട് മുകളിൽ വന്നിട്ട് വിളക്കെത്തിക്കുകയാണ് കേട്ടോ. എന്നും ഞാനല്ല വിളക്കെത്തിക്കാറ്. ഇവിടെ സ്റ്റാഫുകൾ ആദ്യം ആരാണ് വരുന്നത് അവരും വിളക്കെത്തിക്കാറുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ട് മെയിനായിട്ട് പാത്രം കഴുകൽ, അടുക്കള വൃത്തിയാക്കി കഴിഞ്ഞിട്ട് എനിക്ക് കുളിക്കാനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ കുളിയൊക്കെ കഴിയാനായിട്ട് ഇത്തിരി വൈകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞു. ജസ്റ്റ് ഇനി ചപ്പാത്തി ചുടുക, പിന്നെ ചോറ് ഊറ്റുക, ആ ഒരു പണികളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം കുളിച്ചിട്ട് മുകളിൽ പോയി വിളക്കൊക്കെ വെച്ചു. അപ്പോൾ അതാ ഇന്ന് കാലത്ത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുക്കറിലാണ് ഞാൻ ചോറ് വയ്ക്കാറുള്ളത്. അപ്പോൾ ആ കുക്കറിൽ ഇതാ ചോറ് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കറി ഇന്ന് ഉണ്ടാക്കിയത് ഞാൻ കടലക്കറിയാണ്, വെള്ളക്കടല കേട്ടോ. അപ്പോൾ കടലക്കറി ഉണ്ടാക്കി, പിന്നെ ഇതാ ചപ്പാത്തി. അപ്പോൾ ഇതാണ് ഇന്ന് കാലത്ത് നമ്മൾ കഴിക്കണത് കേട്ടോ. ഞാൻ 2 ചപ്പാത്തി കഴിക്കുള്ളൂ കേട്ടോ, എനിക്ക് അത്രയ്ക്ക് പോവുള്ളൂ. പിന്നെ എനിക്ക് കറി കഴിക്കാനായിട്ട് നല്ല ഇഷ്ടം. അപ്പോൾ ഞാൻ കറി കുറേ ഇടും കേട്ടോ. കടല കഴിക്കുന്നത് നല്ലതല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ കറി കുറേ ഇടും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് കാലത്ത് തന്നെ ഇത് ഞാൻ ഒരു വീക്ക് മുമ്പുള്ള ഒരു വീഡിയോ ആണ് കേട്ടത്. ആ സമയത്ത് എനിക്ക് കുറച്ച് മോഡൽസും കാര്യങ്ങളൊക്കെ ഇടാനുണ്ടായിരുന്നു. അപ്പോൾ കാലത്ത് തന്നെ ഞാൻ കുളി കഴിഞ്ഞിട്ട് മുകളിൽ പോയി. അപ്പോൾ മോഡൽസ് നോക്കാനും പിന്നെ കുറച്ച് കസ്റ്റമേഴ്സിന് മെയിൽ അയക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിനുവേണ്ടി മുകളിൽ പോയതാട്ടോ. നല്ല നല്ല മോഡൽസൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതിന് നല്ല മെറ്റീരിയൽ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ റെഡ്, മെറൂൺ, ബ്ലാക്ക്, ബ്ലൂ എന്നൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ ഞാൻ നല്ല മോഡൽസൊക്കെ ഇറക്കാനായിട്ട് മാക്സിമം ഞാൻ നോക്കണതായിരിക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് ലൈറ്റ് കളേഴ്സ് ഒന്നും കിട്ടുന്നില്ല കേട്ടോ, അതാണ് വേറൊരു കാര്യം. പിന്നെ നമ്മൾ മാനുഫാക്ചേഴ്സിനൊക്കെ കോൺടാക്ട് ചെയ്ത് നോക്കി, അവരൊക്കെ പറയുന്നത് ഇത്ര എമൗണ്ടിന് എടുക്കണം എന്നാണ്. ഒറ്റയടിക്ക് ഇത്ര എമൗണ്ടിനൊക്കെ എടുക്കണം എന്ന് പറയുമ്പോൾ എനിക്കൊരു ടെൻഷനാണ് കേട്ടോ, അത്രയും പൈസയ്ക്കൊക്കെ ആദ്യം തന്നെ എടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. കുറേ പേര് പറയുന്നുണ്ട് മെറ്റീരിയൽ മാറ്റി പിടിക്കുക, വേറെ മോഡൽസൊക്കെ ആക്കുക എന്നൊക്കെ. പിന്നെ നമുക്കിനി കുറേ മോഡൽസൊക്കെ ഇറക്കണമെങ്കിൽ നമുക്ക് ഹാൻഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ നമുക്ക് ഹാൻഡ് വർക്കിന് അതിനുള്ള സ്റ്റാഫുകളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് കേട്ടോ വെറൈറ്റി ഒക്കെ ഇറക്കുന്നതിൽ. പക്ഷേ മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ ഞാൻ ഇത്തിരി ചേഞ്ച് വരുത്താനായിട്ട് മാക്സിമം ഞാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ ഇത് സാഗരേട്ടൻ കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ ഒരു ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് പാക്ക് ചെയ്ത് വെക്കായിരുന്നു. ഞങ്ങൾ ഈവനിങ് ആവും കൊറിയർ കൊണ്ടുകൊടുക്കാൻ പോകാം കേട്ടോ. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് കൂടിയും പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കൊറിയർ പാക്ക് ചെയ്യാൻ, കസ്റ്റമേഴ്സിന് മെയിൽ അയക്കാൻ, ചില കസ്റ്റമേഴ്സൊക്കെ ഓർഡർ ചെയ്ത കസ്റ്റമേഴ്സൊക്കെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ അവർക്ക് റിപ്ലൈ ഒക്കെ കൊടുക്കാനായിട്ട് ഇരിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ സൺലൈറ്റൊക്കെ അടിക്കുന്നുണ്ട്. പിന്നെ അതാ എൻ്റെ ഫേസിൽ ഞാൻ കുറച്ച് ദിവസം മുമ്പ് നല്ല രീതിയിൽ ട്രാവലിങ്ങും ഫുഡും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് ഫേസിൽ ചെറിയ രീതിയിൽ പിമ്പിൾസ്, പാടുകൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ ശരിക്കും കാണുന്നില്ല, ഞാൻ ഫോട്ടോ അവിടെ കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് നാളായിട്ട് ട്രൈ ചെയ്യുന്നതാണ് കാർമസിയുടെ പിമ്പിൾ പാച്ചസ്. ഇതേപോലെ 72 പാച്ചസുകൾ ഡിഫറെൻറ്റ് സൈസിലാണ് വരുന്നത് കേട്ടോ. ഇത് ട്രാൻസ്പെറൻ്റ് ആണ്, നമുക്ക് പിമ്പിളുള്ള സ്ഥലത്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇത് വെച്ചിട്ടുണ്ടെന്ന് തന്നെ കാണില്ല കേട്ടോ. ഈ പാച്ചസിൽ ഹൈഡ്രോകോളോയിഡ് ഉണ്ട്, നമ്മുടെ പിമ്പിൾസിലുള്ള ഓയിലും ഡങ്കൊക്കെ പുറത്തെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതിലുള്ള നീം, സിങ്ക് അതൊക്കെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ് കേട്ടോ. അതിലുള്ള വലിയ കുരുക്കളൊക്കെ ഫേസിൽ വരുമ്പോൾ ഈ പാച്ചസ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഒരു 8 മണിക്കൂറിനുള്ളിൽ തന്നെ അത് റിമൂവ് ആവും കേട്ടോ. ഓയിൽ സ്കിന്നായാലും ഡ്രൈ സ്കിന്നായാലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. 8 മണിക്കൂറിന് ശേഷം ഈ പാച്ചസ് എടുത്ത് കളയുമ്പോൾ നമ്മുടെ പിമ്പിൾസിൽ ഉണ്ടാവുന്ന ചെറിയ ആണികളൊക്കെ ഇല്ല, അത് വരെ പുറത്തേക്ക് വരും കേട്ടോ. ഫൈനലി ഇതാ എൻ്റെ ഫേസിലുള്ള പിമ്പിൾസ് ഒക്കെ പോയിട്ടുണ്ട്. അവിടെ മാർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ചേച്ചിയുടെ മുഖത്തൊരു കുരു വന്നപ്പോൾ ഞാൻ അതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സാലിസിലിക് ആസിഡും നീം സിങ്കയാണ് നമ്മുടെ പിമ്പിൾസ് സേഫായിട്ട് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണത് കേട്ടോ. നമുക്ക് ക്യൂട്ട് പാക്കിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ട്രാവൽ ഫ്രണ്ട്ലി ആണ് കേട്ടോ ഇത്. ഗൈസ്, purple.com പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. ഞാൻ പിന്നെ എൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ചേഞ്ചസ് ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഇതാ ചേച്ചി തയ്ച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സ്കേർട്ടും ടോപ്പാണ് കേട്ടോ. നമുക്കൊരു വെഡ്ഡിങ് ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു സ്കേർട്ടും ടോപ്പാണ്. ബ്ലൗസിൽ നല്ല രീതിയിൽ എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ.
പ്രിൻസസ് കട്ട് മോഡലാണ്. സ്കേർട്ട് വിചിത്ര സിൽക്കാണ് കേട്ടോ, അംബ്രല്ലയാണ്. അപ്പോൾ അതാ അജ്രക്കിൻ്റെ ഫീഡിങ് കുർത്തി നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ചോദിക്കാറുണ്ട് അജ്രക്ക് മാറ്റി പിടിച്ചില്ലേ, പക്ഷേ ഇപ്പോഴും നമ്മുടെ അടുത്ത് അജ്രക്ക് ചോദിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർക്ക് നമ്മൾ കൊടുക്കുക, അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ബ്ലൗസ്. ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. ഇത് ഏകദേശം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാറായിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരാഴ്ച മുമ്പത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഇത് ഏകദേശം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാറായിട്ടുണ്ട്. ഇതേപോലത്തെ മോഡൽസൊക്കെ കൊണ്ടുവരാനായിട്ട് നമ്മൾ മാക്സിമം നോക്കാം കേട്ടോ. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മോഡലുകളാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പോയിട്ട് വിശ്വാന്തി.com സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മോഡൽസ് കാണാനായിട്ട് പറ്റും. പിന്നെ ചിലർക്കൊക്കെ ടെൻഷൻ ഉണ്ട് വെബ്സൈറ്റ് വഴി ഓർഡർ എടുക്കുന്ന. കാരണം ചിലപ്പോൾ സാധാരണ വാട്സപ്പ് വഴിയല്ല ഓർഡർ എടുത്തിരുന്നത്. വെബ്സൈറ്റ് വഴി ഓർഡർ എടുക്കുമ്പോൾ പൈസ പോവോ എങ്ങനെയാണെന്നുള്ളതൊക്കെ ടെൻഷൻ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ മെയിൽ വരും. പിന്നെ അതേപോലെ തന്നെ കസ്റ്റമർ കെയർ ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ റെഡി ആയിട്ട് പോണത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എൻ്റെ ഈ ഒരു കമ്മലില്ലേ, ഞാൻ ഓർമ്മ വെച്ച സമയം തൊട്ടത് ഇങ്ങനത്തെ സ്റ്റഡ് കമ്മലുകളായിട്ട് ഇടാറ്. ഇങ്ങനെ വലുതൊന്നും ഞാൻ ഇടാനായിട്ട് വീട്ടിൽ സമ്മതിച്ചിരുന്നില്ല. ചെറു കുട്ടികൾ കുഞ്ഞു കമ്മലിടാൻ പാടില്ല അങ്ങനെ പറഞ്ഞ് ഓർമ്മ വെച്ച കാലത്തൊട്ട് റിങ് ഇല്ലേ, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇടുന്ന ഒരു റിങ്, അങ്ങനത്തെ റിങ് ഞാൻ ഇട്ടായിരുന്നത്. അപ്പം അല്ലാത്ത കമ്മല് പിന്നെ ഇട്ട് എനിക്ക് കാത് പഴുക്കും, അങ്ങനെ ഒരു ഇതായി. ആകെ കൂടി കുഞ്ഞിക്കമ്മൽ മാത്രം ഇടാൻ പറ്റുള്ളൂ, അങ്ങനത്തെ ഒരു ഇതായി. വലിയ കമ്മലിട്ട് ബാഗ് കാത് വേനെടുക്കുക അങ്ങനെയൊക്കെ. അപ്പം ഇങ്ങനെ ഫോട്ടോഷൂട്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും റയറായിട്ട് ഇതിൽ പരിപാടി ഉണ്ടാവും മാത്രം ഇങ്ങനെ വലിയ കമ്മലിട്ട് അങ്ങനെ ഇതായി. പിന്നെ എനിക്ക് എന്താ വലിയ കമ്മലിക്ക് ഒട്ടും മാച്ച് ഇല്ലാന്ന് തോന്നി തുടങ്ങി, അങ്ങനെ കുഞ്ഞിക്കമ്മൽ ഇട്ടിട്ട്. അപ്പം ഈ കമ്മലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കല്യാണത്തിന് മുമ്പ് ഞാൻ സാഗരാട്ടിന് പോയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു കമ്മലാട്ടത്. എന്തോ ഒരു ഗോൾഡ് എൻ്റെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എൻ്റെ കല്യാണത്തിനുള്ള ഗോൾഡൊക്കെ ഞാനും സാഗരാട്ടിനെ കൂടിയിട്ടാണ് എടുക്കാൻ പോയിരുന്നത്. അപ്പം അങ്ങനെ തന്നെ അവിടുത്തെ ജ്വല്ലറിയിൽ നിന്ന് തന്നെ ഗോൾഡ് എടുത്ത ജ്വല്ലറിയിൽ തന്നെ മേടിച്ചിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ. ഇങ്ങനത്തെ റിങ്ങാ ഇഷ്ടം. അപ്പം അതൊക്കെ ആദ്യം ഞാനൊന്നുമില്ലല്ലോ. അപ്പം ഇത് കുറച്ച് ദിവസമായി ഇങ്ങനെ ഒരു ഭയങ്കര ഇട്ടതായിട്ട് കിടക്കണു, പെട്ടെന്ന് ഊരിപ്പോരും. ഇപ്പം ഇങ്ങനെ വെറുതെ തൊടുമ്പോഴേക്ക് ഇങ്ങനെ കാലത്തൊക്കെ എണീക്കുമ്പോൾ കമ്മല് കാണില്ല, അപ്പം ഇങ്ങനെ വെറുതെ ഇതാ ഇങ്ങനെ കണ്ട ഇങ്ങനെ ആയിട്ട് കിടക്കാം. ചിലപ്പോൾ ബെഡിൽ, ചിലപ്പോൾ ബാത്റൂമിൽ കേട്ട് കിടക്കാം. അപ്പം ഇത് റിസ്ക് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കമ്മല് എടുക്കാമെന്ന് കണ്ടില്ല. വേഗം ഇങ്ങനെ കണ്ട, വേഗം ഇങ്ങനെ പോരുക, വേഗം കാണാണ്ട ഇത് വേഗം ഇങ്ങനെ പോരുക, വേഗം പോരുക. അപ്പം ഞാൻ ഇതിപ്പോൾ റിസ്ക് ആയിട്ട് തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് മാറ്റാം, ഒരു കുഞ്ഞൊരു പൊട്ട് കമ്മലെടുക്കാമെന്ന് വിചാരിച്ചു. ചെറിയൊരു വെള്ളക്കല്ല് വെച്ചിട്ടുള്ള ഒരു കമ്മലെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് റെഡി ആയി പോവാണ് കേട്ടോ. അപ്പം നമുക്ക് അങ്ങനെ തന്നെ ഇത് ഇടണത് ശരിക്കും പറഞ്ഞാൽ റിസ്ക്കാണ്. എപ്പോഴും ഞാൻ അതുകൊണ്ട് ഇങ്ങനെ നോക്കും. അപ്പോൾ ഒരു കുഞ്ഞ് പൊട്ട് കമ്മലിടാന്ന് വെച്ചിട്ട് മേടിക്കാന്ന് വെച്ചിട്ടാണ്. പിന്നെ എന്നിട്ട് പറയാൻ വന്നേ, നമുക്ക് പോണ വഴിക്ക് കൊറിയറും കൊടുക്കണം. അപ്പോൾ കൊറിയർ പാക്ക് ചെയ്യണം, അപ്പം അതും കൂടി ചെയ്യാനുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഞാൻ സാധാരണ വീഡിയോ എടുക്കുന്ന സ്ഥലത്തല്ല കേട്ടോ വീഡിയോ എടുക്കുന്നത്, വേറെ സ്ഥലത്താണ് വെച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സാഗരേട്ടൻ നിൽക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാറ്. കാരണം ജലനയുടെ അപ്പുറത്ത് നിന്ന് നല്ല വെളിച്ചം വരുന്ന കാരണം. ഇപ്പോൾ അവിടെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്ന സാധനം നാശമായിട്ടാണ്. അപ്പോൾ ഞാൻ സാഗരേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞപ്പോൾ സാഗരേട്ടൻ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ, ശരിയാക്കാൻ. ഞാൻ വീഡിയോ ഒരു ജലനയുടെ കൂടെ വെച്ചിട്ട് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ആണ് വെക്കുന്ന സാധനം കാണാതെ അപ്പൊ സാഗരേട്ടന് എനിക്ക് ഒരു പുതിയ ജനലമ്മ ക്യാമറ വെക്കാൻ വേണ്ടിട്ട് പുതിയൊരു സാധനം ഉണ്ടാക്കി തരാം. എനിക്ക് ഇതൊക്കെ കാണുമ്പോ ശരിക്കും അച്ഛനെ ഓർമ്മ വരും. അച്ഛൻ ഇങ്ങനെ തന്നെയാ, എന്തെങ്കിലും പറഞ്ഞ അത് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് അച്ഛൻ, അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഒരു സംഭവം സെറ്റാക്കി തരും. നമുക്കത് അത് നാശമായി, ഇത് നാശമായി, അല്ലെങ്കിൽ അത് ശരിയാക്കരുത് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു മിനിറ്റിനുള്ളിൽ ശരിയാക്കി അത് ഓർമ്മ വരുന്നത്. ഇപ്പം എവിടെ നിന്നൊക്കെ ഒരു ഇരുമ്പിൻ്റെ ഒരു സാധനമൊക്കെ എടുത്തിട്ട് ഫോൺ വയ്ക്കാണ് സംഭവം സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പം ഈ ഭാഗത്താണ് വെളിച്ചമുള്ളത്, അവിടെ നിന്ന് നന്നായിട്ട് സൂര്യൻ്റെ വെളിച്ചടിക്കുന്നത്. ഇപ്പം എന്താ റിംഗ് ലൈറ്റ് ഇല്ലേന്ന് ചോദിക്കും. ചിലപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഒരു സെൽഫി സ്റ്റിക്ക് വാങ്ങിക്കൂടെ എന്ന് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും. സെൽഫി സ്റ്റിക്ക് ഉണ്ട്, റിംഗ് ലൈറ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ ഈ ഭാഗത്ത് നിന്ന് അവിടുന്ന് വെളിച്ചം വരണത്. അപ്പോൾ ഇവിടെ റിംഗ് ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റാൻഡ് വെച്ചാൽ കുറച്ചും കൂടി നമ്മൾ ഇറങ്ങിക്കണം. അപ്പോൾ ആ വെളിച്ചം കിട്ടൂല, അൽമാരൊക്കെ തൊട്ടപ്പുറത്തുള്ള കാരണം ആ വെളിച്ചം കിട്ടൂല. അപ്പോൾ ഈ ജനലയുടെ കറക്റ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ല വെളിച്ചം കിട്ടും. അപ്പോൾ അത് ഏട്ടൻ ശരിയാക്കിക്കൊണ്ടിരിക്കുക. സെറ്റായ ഫോൺ വെച്ചാൽ ഇത് കുറച്ച് താഴ്ത്തേക്കണം.
അങ്ങനെ മതി, മുകളിലത്തെ സാധനം വേണ്ട. അത് എന്താ വെച്ചാൽ ഇങ്ങോട്ട് മറിയാണ്ടിരിക്കാനാണ്. ഇങ്ങോട്ട് മറിയും അങ്ങനെ പോയില്ല, ലൂസായി കഴിഞ്ഞാൽ. ഇപ്പൊ തൽക്കാലത്തേക്ക് ഇങ്ങനെ വെക്കേ. ഇതൊക്കെ വേണ്ട ഞങ്ങളുടെ ബില്ലുകളാണ് കേട്ടോ. അപ്പം എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിഞ്ഞാൽ ബില്ലുകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തു വെക്കണമെന്ന് സാഗരേട്ടന് നിർബന്ധം കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ എടുത്ത് വെച്ചിരിക്കണതാട്ടോ. നമ്മുടെ ഫോൺ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇടുന്നത് നമ്മുടെ ഓർഗൻസയുടെ ഷോളാണ് കേട്ടോ. എൻ്റെ കൂടെ ഇതൊരു സ്ലിറ്റ് കുർത്തിയാണ്, ബ്ലാക്ക് ലെഗിൻസ്, പിന്നെ ഈ ഓർഗൻ. ഈ ഷോൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവും. ഒരു 2 കൊല്ലത്തോളം ആയിട്ടുണ്ടാവും, 2-3 കൊല്ലത്തോളം ആയിട്ടുണ്ടാവും ഈ ഒരു ഷോള്. പക്ഷെ ഞാനിങ്ങനെ ഡ്രസ്സുകൾ ഇതിപ്പോൾ ട്രെൻഡ് മാറി, ഓർഗൻസയുടെ ട്രെൻഡ് മാറി. അപ്പോൾ ഇനി ഇത് ഉപയോഗിക്കട്ടെ അങ്ങനത്തെ ഒരു ഇതല്ല കേട്ടോ എൻ്റെ. ഞാൻ എത്ര ട്രെൻഡ് മാറിയാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള കളറ്, എനിക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഡ്രസ്സ് ഞാൻ എത്ര വേണമെങ്കിലും മാറി മാറി ഇടും. എനിക്ക് അങ്ങനെയാണ്. ചിലവരുണ്ട് ഇപ്പോൾ ട്രെൻഡ് മാറി പിന്നെ അത് ഉപയോഗിക്കില്ല. അജറക്കിൻ്റെ ട്രെൻഡ് മാറി. എൻ്റെ അജറക്കിൻ്റെ ഒരുപാട് ബ്ലൗസുകളുണ്ട് കേട്ടോ. മോഡൽ ഇടാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത ബ്ലൂ, യെല്ലോ, ബ്ലാക്ക്, റെഡ്, മെറൂൺ ഒക്കെ ഇപ്പോഴും ഞാനത് എന്തെങ്കിലും അമ്പലത്തിൽ പോകുമ്പോൾ കാര്യങ്ങളൊക്കെ ഇടും. സംഭവം ട്രെൻഡ് മാറി, പക്ഷെ എനിക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആണ് ആ ബ്ലൗസും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തുകൊണ്ട് ഇട്ടുകൂടാ? അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കാട്ടിയ തരാൻ വന്നത് ഈ ഒരു ബാഗാണ്. മീഷോന്ന് വാങ്ങിയതാണ്. നല്ല ഇഷ്ടപ്പെട്ടു. ഇത് 245, 250 സംതിങ് അങ്ങോട്ട് റേറ്റ് ഉള്ളൂ കേട്ടോ. ഇതെന്ന് വെച്ചാൽ നല്ല യൂസ്ഫുള്ളാണ്. നമ്മൾ എങ്ങടെയൊക്കെ ട്രാവലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ബാഗ് പിടിക്കണം, ഇതിലെല്ലാ സാധനങ്ങളൊക്കെ വെക്കാം. അപ്പം അങ്ങനെ വാങ്ങിക്കാൻ ഞാൻ കൂടുതൽ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ട്രാവലൊന്നും അധികം ചെയ്യാൻ തന്നെ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ബാഗ് ആട്ടോ. അപ്പം ഇതിലാണ് ഞാൻ എല്ലാം വെക്കുക. അപ്പം ഇതിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് മാറ്റി വയ്ക്കാറില്ല. കുറച്ച് സാധനങ്ങളുള്ളൂ യൂസ് ചെയ്യുന്നത്, വീണ്ടും വീണ്ടും യൂസ് ചെയ്യണത്. അപ്പോൾ ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സെപ്പറേറ്റ് കളികളുണ്ട്. ഇപ്പോൾ ഇതിലാണെങ്കിൽ ഫേസ് റൈസർ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഇതിൽ പെർഫ്യൂം, അതേപോലെ തന്നെ മോയ്സ്ചറൈസിങ് ക്രീം, സ്ട്രോപ്പ് ക്രീം, പിന്നെ ഹൈലൈറ്റർ, പിന്നെ ലിപ്സ്റ്റിക്ക്, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ പൊട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലങ്ങനെ വയ്ക്കും. ഇത് നല്ല റെഡിയാവും. വേഗം ഒന്ന് റെഡി ആവട്ടെ. സമയം 3:30 ആവാറായി. എൻ്റെ ഫേസിലുള്ള ചെറിയ മേക്കപ്പ് പരിപാടി കഴിഞ്ഞു. ഇനി മുടിയും കൂടി കെട്ടാനുണ്ട് കേട്ടോ. മുടി ഞാൻ ഇതേപോലെയാണ് കെട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഷോളൊക്കെ ഇട്ടു. അപ്പോൾ പോവാറായിട്ടുണ്ട് കേട്ടോ. വേഗം പോകണമെങ്കിൽ പാക്കൊക്കെ ചെയ്തിട്ട് വേണം പോവാൻ. ജ്വല്ലറി 7 മണി വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും റെഡിയായി. അപ്പോൾ നമ്മൾ എങ്ങനെ പോണേ? മുമ്പ് എന്തോടുത്ത് നമ്മൾ അവിടുന്ന് മോതിരം, ഈ മോതിരം വളർന്നെടുത്തോട്ടോ. മുമ്പ് വർക്ക് ചെയ്തിരുന്നപ്പോൾ ഡയമണ്ടിന്റെ ഫീൽഡിലായിരുന്നു. അങ്ങനെ കുറച്ച് ജ്വല്ലറി അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എനിക്കിങ്ങനെ കുറെ വലിയ ഗോൾഡിനാണ് മോതിരം ഇടുന്നത് ഇഷ്ടമല്ല. ഇടുകയാണെങ്കിൽ തന്നെ സിമ്പിളായിട്ട് കുഞ്ഞീത് കല്ലുള്ളത് അങ്ങനത്തെ ഇടുന്നത് ഇഷ്ടം. അതിപ്പോൾ മാലയായാലും കമ്മല ഏതായാലും സാധാരണ അതാ ഇഷ്ടം. അപ്പൊ ഞാന് ഒരു കുഞ്ഞൊരു മോതിരം എടുക്കാന്ന് വെച്ചിട്ട് അപ്പൊ അങ്ങനത്തെ കുഞ്ഞു കല്ലുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമണ്ടിൽ ഉണ്ടാവുക, ഗോൾഡിലുണ്ടാവും. ഞാൻ അന്ന് കണ്ടിട്ടില്ല കേട്ടാ കുഞ്ഞ സ്റ്റോൺ വരുന്നത്. എന്താ വെച്ചാല് ചെറിയ 18 കാരറ്റ് എന്ന് പറയുമ്പോൾ ഹാർഡ്നെസ് കൂടുതല, ബെൻഡ് ആവില്ല. അതാണ് മെയിൻ യൂസ് ചെയ്യണം എല്ലാരും. ഡെയിലി യൂസിന് പറ്റും. മറ്റേതാകുമ്പോ അരപ്പാണെങ്കിലും വേണം ബെൻഡ് ആവാണ്ടിരിക്കാൻ. അരപ്പല്ല, 2 ഗ്രാം 3 ഗ്രാമെങ്കിലും വേണം. 2 ഗ്രാം ഓക്കെ, 2 ഗ്രാം ബെൻഡ് ആവില്ല. അപ്പൊ അതിനനുസരിച്ച് ഇതാകുമ്പോ മില്ലി വരല്ലോ, 980 മില്ലി 1 ഗ്രാമിന്റെ അടിയിൽ വരല്ലോ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് സെലക്ഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഡയമണ്ട് എടുക്കാം. എല്ലാരും അതിലേക്ക് തിരിയണത് അത് കാരണം സിമ്പിളായിട്ട്. അപ്പൊ ഇവിടെ ഞാന് ഈ റോയലിന്ന് വെച്ചാൽ ഞങ്ങള് കുറെ കടകളില് കയറി ഇങ്ങനൊക്കെ മോതിരം എടുക്കാൻ നോക്കിയപ്പോ എനിക്ക് അധികം അങ്ങനെ കളക്ഷൻസ് അങ്ങനെ ഇഷ്ടമായില്ല. പിന്നെ എന്റെ സൈസിന് പറ്റിയതുണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ പരിചയം ഉണ്ട്, എന്റെ സൈസിന് ഉണ്ടായിരുന്നില്ല സംഭവം. പക്ഷെ കുറെ കളക്ഷൻസ് ഉണ്ട്. അപ്പൊ എനിക്കൊരു മോഡൽ ഇഷ്ടപ്പെട്ടു. ഞാന് എന്റെ സൈസൊക്കെ കൊടുത്തു. ഒരു 10 ദിവസമല്ലേ പറഞ്ഞ്, 10 ദിവസത്തിനുള്ളിൽ ചെയ്തു തന്നു. ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ 15 ദിവസം. പക്ഷെ അതിന് മുമ്പ് കിട്ടും അല്ലേ? മുമ്പ് തിരക്കിലും കിട്ടും. അപ്പോ എന്തായാലും ചെറിയൊരു കമ്മൽ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. 2 പേര് റെഡി ആയിട്ടുണ്ട്, പോവാണ്. അതിന് മുമ്പ് കൊറിയർ പാക്ക് ചെയ്യണം. കൊറിയർ പാക്ക് ചെയ്തിട്ട് അങ്ങനെ തന്നെ പോകും. നേരെ പോകും.
താങ്ക് യു സോ മച്ച് ഫോർ യുവർ 5th ഓർഡർ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും. നമ്മൾ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് 4 month ആയിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ചിലർ 5 വട്ടം 6 വട്ടം എന്തിനു പറയണോ 8 വട്ടം വരെ നമ്മളുടെ അടുത്ത് നിന്ന് ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ ജസ്റ്റ് 4 മാസത്തിനുള്ളിൽ നമ്മളുടെ അടുത്ത് നിന്ന് ഒരു 5 വട്ടം വരെ ഡ്രസ്സ് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സാഗരേട്ടനെ സംബന്ധിച്ച് അത് വളരെ വലിയൊരു കാര്യമാണ്, വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്തു എന്ത് ഗിഫ്റ്റ് കൊടുക്കും, എന്താണ് ആ കസ്റ്റമേഴ്സിന് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് വിചാരിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തു. അപ്പം ഞങ്ങൾ വിചാരിച്ചു സ്റ്റോറി ഇടാം, ഇങ്ങനെ 5-6 തവണയൊക്കെ ഡ്രസ്സ് ഇടുന്നവർക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കാമെന്ന്. അങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് എന്തെങ്കിലും മെറ്റീരിയൽ, ബ്ലൗസ് പീസോ അല്ലെങ്കിൽ അവർക്ക് ചെറിയ ഗിഫ്റ്റ് അങ്ങനെ എന്തെങ്കിലും കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ്. ഇതേപോലത്തെ സ്ക്രഞ്ചീസ്, പിന്നെ അതേപോലെ ബ്ലൗസ് പീസ് ബ്രൊക്കേഡിൻ്റെ, പിന്നെ കോട്ടൻ്റെ അങ്ങനെ ഉള്ളതൊക്കെ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു കസ്റ്റമർ 8ാമത്തെ ഓർഡറാണ് കേട്ടോ, ഒരു കസ്റ്റമർ 5ാമത്തെ ഓർഡറാണ്. നമ്മളിങ്ങനെ ഒരു ഗ്യാപ്പൊക്കെ വിട്ടിട്ട് അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ 5ാമത്തെ തൊട്ട് ഓർഡർ ചെയ്ത ആൾക്ക് ഒരു 1.25 മീറ്ററിൻ്റെ ഒരു മെറ്റീരിയലാണ് കൊടുക്കുന്നത്. ഇനി അവരുടെ ഒരു 10ാമത്തെ ഓർഡർ അവർ തരികയാണെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് അങ്ങനെ കൊടുക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ വിശ്വസിച്ച് ഓർഡർ ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതായത് സാഗരേട്ടൻ എന്താ കൊറിയറുകളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിത് കിട്ടുമ്പോൾ സന്തോഷമാവുമെന്ന് വിചാരിക്കണു. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ അടുത്തായിട്ട് ടിഷ്യൂവിൻ്റെ പാവാടകളൊക്കെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കല്യാണത്തിൻ്റെ സീസണായ കാരണമെന്നൊക്കെ തോന്നുന്നു ടിഷ്യൂവിൻ്റെ മോഡൽ ഡ്രസ്സുകളൊക്കെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി വേഗം പോകണം. സാഗരേട്ടൻ വേഗം കൊറിയറുകളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 7 മണി വരെ ജ്വല്ലറികളോ ഇവിടുന്ന് കുന്നംകുളം വരെ എത്തണം കേട്ടോ. അപ്പോൾ നമുക്ക് പറപ്പൂർ പോയിട്ട് കൊറിയർ കൊടുത്തിട്ട് വേണം കുന്നംകുളം പോകാം. മൊത്തം 26 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുന്നംകുളത്തുള്ള റോയൽ ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പുതിയ ബ്രാഞ്ചാണ് കേട്ടോ, അവരുടെ പുതിയൊരു ഇത് തുടങ്ങിയിട്ടുണ്ട്, അവിടേക്കാണ് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് പിന്നെ കുറേ കളക്ഷൻസിൻ്റെ ആവശ്യമില്ല. എനിക്ക് നോർമലായിട്ടുണ്ടാവുന്ന ഒരു കുറച്ച് ചെറിയ കല്ല് വെച്ചിട്ടുള്ളൊരു ചെറിയൊരു സ്റ്റഡിക്ക് അത് ആവശ്യമുള്ളൂ. അപ്പോൾ എനിക്ക് ഒരുപാട് ഓപ്ഷൻസിൻ്റെ ആവശ്യമില്ല. ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു കമ്മലാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ ഡിഫറെൻറ്റ് മോഡൽസ് അതിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടല്ലോ, അതും കൂടി നോക്കണ്ടേ. ഞാൻ ഈ കമ്മൽ കൊടുത്തിട്ടാണ് വേറെ കമ്മൽ വാങ്ങിക്കണത് കേട്ടോ. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു, എന്താ പറയുക, ചന്ദ്രകല പോലെ ഉണ്ടായിരുന്നു, പിന്നെ ചെറിയ വടി പോലെ ഉണ്ടായിരുന്നു. ഞാനെടുത്തത് ഇതാണ് കേട്ടോ. ഇതിന് 11,000 രൂപയാണ് കേട്ടോ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ കൈച്ചെയിൻ പോലെ തന്നെ ഒരു സെയിം കൈച്ചെയിൻ അവിടെ കണ്ടു കേട്ടോ. അപ്പോൾ അത് എൻ്റെ കൈച്ചെയിൻ ഡയമണ്ടിൻ്റെ സെയിം തന്നെ അവിടെ കണ്ടു. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാട്ടി തന്നാട്ടോ. പിന്നെ മാലകളൊക്കെ കാണാൻ എന്താ ഭംഗി, സിമ്പിളായിട്ടുള്ളത് ഡയമണ്ടിൻ്റെ. പിന്നെ ഒരു വള നോക്കിയിട്ടാണ് ഡയമണ്ടിൻ്റെ. ഇപ്പോൾ മേടിക്കാനല്ല, ജസ്റ്റ് എനിക്ക് ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ളത് നല്ല ഇഷ്ടം. അപ്പോൾ ജസ്റ്റ് അങ്ങനെ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ വളകളിൽ ഇങ്ങനെ കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതും നോക്കി. ഗോൾഡിൻ്റെ വളകളൊക്കെ എനിക്ക് അധികം ഇടാനായിട്ട് ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് എന്തോ ഭയങ്കര ഒരു ആർഭാടം പോലെ തോന്നും. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അമ്മ നിർബന്ധിക്കുമ്പോഴൊക്കെയാണ് ഞാൻ ഇടാറുള്ളത്. മേടിച്ച് വെച്ചേക്കുന്നത് ഇടാനല്ലേ എന്ന് ചോദിച്ചിട്ട്. എനിക്കാണെങ്കിൽ സിമ്പിളാണ് ഇഷ്ടം. സിമ്പിൾ നമുക്ക് കിട്ടുന്നത് ഡയമണ്ടിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഡയമണ്ടിൽ നോക്കിയത്. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഞാൻ വളം കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ട് എനിക്ക് വള കൊടുത്തിട്ട് വേറെ മേടിക്കാം അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ. പക്ഷെ ഞാൻ വള എടുക്കാൻ മറന്നു. അപ്പോൾ അതുകൊണ്ട് കമ്മൽ മാത്രം മേടിച്ചിട്ട് ഞങ്ങൾ നൈസായിട്ട് ഇങ്ങോട്ട് പോരുകയാണ് കേട്ടോ. അപ്പോൾ 11,000 രൂപയാട്ട കമ്മലായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ഓൾറെഡി ഉള്ള ഗോൾഡ് 916 കൊടുത്തിട്ടാണ് ഞാൻ ഡയമണ്ട് എടുത്തത് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കമ്മലൊക്കെ അവർ തന്നു. അപ്പോൾ ഞാൻ അത് ഇടുകയാണ് കേട്ടോ. അപ്പോൾ അതിട്ടിട്ട് നമ്മളിരുന്ന് നേരെ അടുത്ത് പോവാണ്. പിന്നെ നമ്മൾ അടുത്തത് വന്ന് ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ട് അങ്ങനെ സാറായിട്ട് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. വിദ്യാലോകം എന്ന് പറഞ്ഞിട്ടുള്ളൊരു, എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല, ഹോട്ടൽ എന്നാണോ പറയണ്ടത്, എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. കാരണം അങ്ങനത്തെ ഒരു ആംബിയൻസ് ആണ്. ഹോട്ടൽ എന്നുള്ളൊരു ഇതല്ല, റെസ്റ്റോറൻറ്റ് എന്നുള്ളൊരു ഇതല്ല അവിടെ. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിൻറ്റേജ് ലുക്ക്, ടൈലറിങ് കട, പിന്നെ അതേപോലെ തന്നെ ചായക്കട അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ട് പണ്ടത്തെ സിനിമയിലത്തെ ഫോട്ടോസും കാര്യങ്ങളും അങ്ങനത്തെ ഫ്ലക്സൊക്കെ വെച്ചിട്ടുള്ളൊരു എന്താ പറയുക ഒരു ആംബിയൻസ് ഒക്കെ ഉള്ളൊരു സ്ഥലം. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ചായക്കടകൾ പോലെ ഇങ്ങനെ മാറി മാറി കടകളുണ്ട്. പക്ഷേ ഒരൊറ്റ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ അതൊക്കെ, ഓരോ കടകൾ പോലെ തോന്നിച്ചെങ്കിലും. അപ്പോൾ നമ്മൾ അവിടേക്കാണ് ഫുഡ് കഴിക്കാൻ വന്നത്. റീൽസിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് വന്നതാണ് കേട്ടോ. ആദ്യം തന്നെ ഞങ്ങളൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. ഒരു റെസ്റ്റോറൻറ്റിൽ ആദ്യമായിട്ടായിരിക്കും ആൾക്കാർ ക്യാമറ ഒക്കെ പിടിച്ച് ചുറ്റിക്കറങ്ങി കാണുന്നത്. അവിടെ വന്നവരൊക്കെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ, ക്യാമറ പിടിച്ച് ഫുൾ കറങ്ങി നടക്കലായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത അവസാനം. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബീഫ് പള്ളിക്കറി വിത്ത് റൈസ്, ബ്ലാക്ക് ടീ,
കോഫി. ഇതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മൊത്തം 358 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിച്ചു. നല്ല ഫുഡ്, കുഴപ്പമില്ലാത്തൊരു ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെ നല്ല വിൻറ്റേജ് ലുക്ക്. അവിടെ ചെന്നപ്പോൾ നല്ലൊരു സമാധാനം, പണ്ടത്തെ ഏതോ ഒരു കാലത്തേക്കൊക്കെ പോകണ പോലെയൊക്കെ തോന്നുക കേട്ടോ. നമ്മൾ സിനിമയിലൊക്കെ കാണുന്നില്ലേ പണ്ടത്തെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ആ ഒരു ലുക്കിലേക്കൊക്കെ പോയ പോലെ ഉണ്ട്. ഇതാ പിന്നെ ഒരു അടിപൊളി ചായക്കടയുണ്ട് കേട്ടോ. എന്താ ഇങ്ങനെ ഒരു ചായക്കട, എനിക്ക് എൻ്റെ അമ്മയുടെ വീടില്ലേ, അമ്മാമ്മയുടെ ആ ഒരു ഇതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്, ചായക്കട, അമ്മി, അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ, സീ യു.